നിങ്ങളെപ്പോലെ തന്നെ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു സ്റ്റോറി ഒരു ബിറ്റ് ഡിഫറെൻ്റാണ് കേട്ടോ. അതെ, അതൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിച്ചിരി ഡാർക്കായിരുന്നു. എന്നെ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് തന്നെ തള്ളിവിട്ട ഒരു ട്വിസ്റ്റ്. എത്രയൊക്കെ മെൻ്റൽ ട്രോമയുണ്ടായാലും വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാം എന്നതിന് ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ. ഒരു കോയിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു അതർ സൈഡ് ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ മെൻ്റൽ ട്രോമയുടെ ബിഗിനിങ്. അവർ പലപ്പോഴായിട്ട് എന്നെ വിളിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. സർ, ഇപ്പോൾ എടുക്കാനുള്ള സാമ്പത്തികമില്ല, അതുകൊണ്ട് തന്നെ താല്പര്യമില്ല. അത് കേട്ട ഉടനെ ആ സാറിൻ്റെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ് അതാണ് എന്നെ ഹേർട്ട് ചെയ്യുന്നത്. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഡോക്ടറാകുമെന്നുള്ള സ്വപ്നം നടക്കില്ല എന്നൊരു വ്യക്തി എന്നോട് പറയുന്നത്. അതെന്നെ മെൻ്റലി വല്ലാണ്ട് ടോർച്ചർ ചെയ്തു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ആ സാറ് പറഞ്ഞത് ശരിയാണോ? സമയം വെറുതെ കളയണോ? ഞാൻ ഈ കണ്ട സ്വപ്നമൊക്കെ പാഴാണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഹായ് ഓൾ, 2025 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കും എന്ന ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാൻ 2024 ബ്രില്യനിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി ബ്രില്യനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആശിഷ് ഡാനിയൽ ഫിലിപ്പ് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. ഏറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം നമുക്ക് ആശിഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സർ. 2025 നീറ്റ് എന്ന ലക്ഷ്യത്തോടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുറേ അടിപൊളി കുട്ടികളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എന്താകും എന്നുള്ള ആദിയും കിട്ടുമോ എന്നുള്ള പേടിയും ഒക്കെ എനിക്കിത് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു സ്റ്റോറി ഒരു ബിറ്റ് ഡിഫറെൻ്റാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു, ഒരു ഡോക്ടറാണ്. ഡോക്ടറാകണം എന്നൊരാഗ്രഹം കുഞ്ഞിലെ തന്നെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഇതിനുവേണ്ടി എന്നാ ചെയ്യണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഒരു പിടുത്തം എനിക്കുണ്ടായിരുന്നില്ല ഇവിടെ വരുന്നത് വരെ. ഇനി 10th ക്ലാസ്സിൽ വെച്ചാണ് നീറ്റ് എന്നൊരു എക്സാം ഉണ്ട് എന്ന് പോലും ഞാൻ അറിയുന്നത്. നിങ്ങൾക്കും അത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഗൈഡ് ചെയ്യാൻ ആരുമില്ലാതിരുന്നൊരു സിറ്റുവേഷൻ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം അല്ലേ? എങ്കിലും ഡോക്ടർ ആകണമെന്ന ലക്ഷ്യം ഞാൻ ഷാർപ്പായിട്ട് ലോക്ക് ചെയ്തു. ഒന്നെനിക്കറിയായിരുന്നു, പഠിക്കണം. സോ ഞാൻ മാക്സിമം പഠിക്കാൻ തുടങ്ങി. സ്കൂളിലൊക്കെ ടോപ്പറായി തന്നെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ 10th ശേഷം +1 വെച്ച് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ, അത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ്, ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ടോപ്പറായി സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കുന്നു അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നല്ലേ? അതെ, അതൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിച്ചിരി ഡാർക്കായിരുന്നു. എന്നെ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് തന്നെ തള്ളിവിട്ട ഒരു ട്വിസ്റ്റ്. എത്രയൊക്കെ മെൻ്റൽ ട്രോമയുണ്ടായാലും വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാം എന്നതിന് ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ മെൻ്റൽ ട്രോമ എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു എക്സാം എഴുതുന്നു, ഇടുക്കി ജില്ലയിലെ ടോപ്പറായിട്ട് ഞാൻ സെലക്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു അധ്യാപകൻ എൻ്റെ പപ്പായെ കോൺടാക്റ്റ് ചെയ്യുന്നു. പപ്പയോട് പറഞ്ഞു, മകന് ഇടുക്കി ജില്ലയിലെ ടോപ്പറാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നീറ്റ് കോച്ചിങ് ഞങ്ങൾ ഈ സ്കോളർഷിപ്പോടെ മകന് നൽകാം, അങ്ങനെയെങ്കിൽ മകന് പഠിക്കാൻ താല്പര്യമുണ്ടോ? സോ ഞാനും ഭയങ്കര ഹാപ്പിയായി. കാരണം ഇങ്ങനെയൊരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത് സ്കോളർഷിപ്പ് തരാമെന്ന് പറയുന്നു. എനിക്കവിടെ പഠിക്കാനൊരു അവസരം കിട്ടുന്നു. എൻ്റെ ലക്ഷ്യം തന്നെ നീറ്റാണ്. സോ ഞാനിതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് ഒരു ഭയങ്കര ഹാപ്പിനെസ്, ഒരു തോന്നലുണ്ടായി.
എൻ്റെ ഡ്രീമിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഡ്രീമിന് ചിറകേകാൻ വന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിക്കണമെന്നും അവിടുത്തെ നീറ്റ് ടോപ്പറായി മാറണമെന്നും അവർക്കും എൻ്റെ പേരൻസിനും ഏറെ അഭിമാനമായി മാറണമെന്നും ചിന്തിച്ചു. പക്ഷേ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചായിരുന്നു. ഒരു കോയിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു അതർ സൈഡ് ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ മെൻ്റൽ ട്രോമയുടെ ബിഗിനിങ്. അവർ പലപ്പോഴായിട്ട് എന്നെ വിളിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല അപ്പോൾ പഠിക്കാൻ. കാരണം ഞാൻ പഠിക്കുന്ന സ്കൂള് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്ററോളം അകലെയുള്ളൊരു സ്കൂളാണ്. +1 +2 ഞാൻ പഠിക്കുന്നത്. സോ പോയി വരുമ്പോൾ ഓൾറെഡി നല്ല ലേറ്റാകും. ഈ കണ്ടീഷനിൽ വൈകിട്ട് വന്ന് ഓൺലൈൻ ക്ലാസ്സസ് സ്കൂളിനോട് കൂടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഓക്കെ സാർ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേണ്ട. പക്ഷേ എന്ത് ചെയ്തിട്ടും ആ സാറ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് നിർത്തിയില്ല. വീണ്ടും 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 വിളിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ വരണം 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 എന്ന് പറഞ്ഞു. അവർ സ്കോളർഷിപ്പിന് ശേഷം വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ബ്രില്യൻറ്റിൽ ഒരു വർഷം സ്കോളർഷിപ്പ് ഇല്ലാതെ പഠിച്ചാൽ വരുന്ന എമൗണ്ടാണ് അവരെന്നോട് പറയാനിടയായത്. സോ ഞാനത് അന്വേഷിച്ചപ്പോൾ, ഞങ്ങൾ ഫാമിലിയായിട്ട് അത് അന്വേഷിച്ചപ്പോൾ അത് ഇച്ചിരി ഹെഫ്റ്റിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ അതുകൊണ്ട് തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. എങ്കിലും ഈ സാറ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് നിർത്തിയില്ല. വീണ്ടും 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 കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ സഹി കെട്ടപ്പോൾ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു, സാർ ഇപ്പോൾ എടുക്കാനുള്ള സാമ്പത്തികമില്ല, അതുകൊണ്ട് തന്നെ താല്പര്യമില്ല. അത് കേട്ട ഉടനെ ആ സാറിൻ്റെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ്, അതാണ് എന്നെ ഹേർട്ട് ചെയ്തത്. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഡോക്ടറാകുമെന്നുള്ള സ്വപ്നം നടക്കില്ല എന്നൊരു വ്യക്തി എന്നോട് പറയുന്നത്. അതെന്നെ മെൻ്റലി വല്ലാണ്ട് ടോർച്ചർ ചെയ്തു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആശിഷ് ഉള്ളതെങ്കിൽ ഒരു കാരണവശാലും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകരുത്. വല്ല ഡിഗ്രിയും എടുത്ത് പേരൻസിനെ സഹായിക്കണം എന്ന്. കിട്ടില്ല എന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന അതൊരു +1 പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു. കാരണം അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് ഡോക്ടർ ആകണമെന്നുള്ളത്. അതൊക്കെയാണ് ആ ഒറ്റ നിമിഷത്തെ ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് സാർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അത്രയും കാലം ഏതുറക്കത്തിലും എന്താകണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഡോക്ടർ എന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഞാൻ കണ്ണടയ്ക്കുമ്പോൾ മൊത്തം ബ്ലൈൻഡായ പോലെ തോന്നി. എൻ്റെ മുമ്പിൽ കുറേ ചോദ്യചിഹ്നങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്നത് പോലെ തോന്നി. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ആ സാറ് പറഞ്ഞത് ശരിയാണ്, സമയം വെറുതെ കളയണോ? ഞാൻ ഈ കണ്ട സ്വപ്നമൊക്കെ പാഴാണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. തകർന്നിരുന്ന എനിക്ക് ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകൾ പകർന്നത് എൻ്റെ പേരൻസായിരുന്നു. പപ്പയൊരിക്കൽ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, മോനെ, ആരേലുമൊക്കെ പറയുന്നത് കേട്ട് വലിച്ചെറിയാനുള്ളതൊന്നുമല്ല നിൻ്റെ ഇത്രയും വരെയുള്ള സ്വപ്നങ്ങൾ. നിന്നെക്കൊണ്ട് ഉറപ്പായിട്ടും ഒരു ഡോക്ടറാകാൻ പറ്റും, അത് ഞങ്ങൾക്ക് തീർച്ചയാണെന്ന്. ഇത് തന്നെ പപ്പ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അവരത് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ എത്രത്തോളം ഇത് ആഗ്രഹിച്ചു, എൻ്റെ ആഗ്രഹത്തിൻ്റെ ആഴം എത്രയാണ് എന്ന് അവർക്കറിയായിരുന്നു. ആ വാക്കുകൾ എന്നെ വല്ലാണ്ട് പ്രചോദിപ്പിച്ചു. ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു, ഞാൻ ഡോക്ടറായിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ എത്രത്തോളം ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ 7 ഇരട്ടി ഞാൻ പിന്നീട് ആഗ്രഹിക്കാൻ തുടങ്ങി. പപ്പ തന്നെയാണ് എന്നോട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന ഒരു ഓപ്ഷനെ പറ്റി പറയുന്നത്. ഞാൻ ബ്രില്യൻറ്റിൽ ചേർന്ന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ബ്രില്യൻ്റ് എന്നൊരു ഓപ്ഷൻ ഞാൻ എടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ അറിയാവുന്ന റിലേറ്റീവ്സ് കുറേ പേരൊക്കെ പറഞ്ഞു, മോനെ നീ തീർന്നു, ഇതോടെ തീരുക നിൻ്റെ ലൈഫ്. കാരണം നീ ഇതുവരെ വന്നൊരു സിറ്റുവേഷൻ അല്ല. കാര്യം അവർക്ക് റിസൾട്ടൊക്കെ ഉണ്ട്, പക്ഷേ പിള്ളേർ ഒരുപാട് സ്ട്രെസ്സിലേക്ക് തള്ളിവിടുന്നൊരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. നിനക്കിപ്പോൾ ഉള്ളൊരു മെൻ്റൽ ട്രോമ ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടിയാകും നീ അവിടെ പോയാലെന്ന് പറഞ്ഞു. പക്ഷേ ഏത് വേഴ്സ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറായി. കാരണം ഓൾറെഡി അഡ്മിഷൻ എടുത്തു, ഇനി ഒരു ഓപ്ഷൻ മാറ്റി കൊടുക്കാൻ വയ്യ. ഞാൻ ബ്രില്യൻറ്റിൽ പോകാം, എന്താണേലും ആയിക്കോട്ടെ, ഞാൻ ഒരു വർഷം ഫേസ് ചെയ്യാം. അത് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കൂടി ക്ലാസ്സിലേക്ക് പോയി.
എൻ്റെ ക്ലാസ് ടീച്ചർ അനന്തു സാറായിരുന്നു. സാറൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. ശരിക്കും ഞാൻ കേട്ട ബ്രില്യൻറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, തികച്ചും വിപരീതമായൊരു ബ്രില്യൻറ്റിനെയാണ് എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. കാര്യം സ്ട്രെസ്സൊക്കെ ഉണ്ട്, പഠിക്കുന്നതിൻ്റെ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ബ്രില്യൻ തരുന്ന ഫ്രീഡം ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് തരികയില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. നിങ്ങളെല്ലാം കേട്ടിട്ട് കാണും, ദുൽഖർ സൽമാൻ പറയണ പോലെ എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടാകുമെന്ന്. എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടാകും. അതായിരുന്നു എനിക്ക് ശരിക്കും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. അപ്പോൾ ഞാൻ കേട്ട ബ്രില്യൻ്റ് അല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി, ഞാനും മാറണം. ഇതുവരെ ഞാൻ പഠിച്ചു വന്ന ട്രാക്ക് അല്ല ഇനി ഞാൻ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ബ്രില്യൻ ട്രാക്കിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. അന്നു മുതൽ ഞാൻ ബ്രില്യൻ്റായി തന്നെ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് 547 എന്ന സ്കോറിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഉദ്ദേശിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ല. റിപ്പീറ്റ് ബ്രില്യൻറ്റിൽ തന്നെ എന്നൊരു ഓപ്ഷനെ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. കാരണം എൻ്റെ മനസ്സിനെ ആ സാറ് നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ ഇക്കോ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഇത് നേടിയിട്ടേ ഉള്ളൂ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് വീണ്ടും വന്നു. അവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ സുബിൻ സാർ ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. സുബിൻ സാർ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരുപാട് പഠിച്ചു. മാർക്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടായി. അപ്സ് ഉണ്ടാകുമ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺസ് ഉണ്ടാകുമ്പോൾ നമ്മളിന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ബ്രില്യൻ ഫാമിലി വല്ലാതെ ശ്രമിച്ചു. സൂരജ് സാറും പ്രദീപ് സാറും സജിത് സാറും ജോസഫ് സാറും ഡയറക്ടേഴ്സും ക്ലാസ് ടീച്ചേഴ്സും എല്ലാം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹോസ്റ്റലിനെ പറ്റിയും പറയാതിരിക്കാൻ കഴിയുകയില്ല. ഞാൻ 2 വർഷവും ഇവിടെ നടക്കൽ ഹോസ്റ്റലിലായിരുന്നു. അവിടുത്തെ ഒരു അന്തരീക്ഷവും എൻ്റെ കൂടെയുള്ളവരും എനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരായിരുന്നു. മൊത്തത്തിൽ ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ. നീറ്റ് 2024 എക്സാമിനേഷൻ എഴുതിയിട്ട് ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, യു ഹാവ് ഡൺ ഇറ്റ്, നീ അത് നേടിയെന്ന്. അത് വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു. വീട്ടിൽ വന്ന് ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തു. സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് 691 എന്നൊരു സ്കോർ കിട്ടി. ആ സ്കോർ ഞാൻ ഒട്ടനെ തന്നെ സന്തോഷത്തിൽ ക്ലാസ് ടീച്ചർ സുബിൻ സാറിനെയും അതിനുശേഷം പ്രദീപ് സാറിനെയും വിളിച്ചു പറഞ്ഞു. പ്രദീപ് സാറ് അത് കേട്ടപാടെ എന്നോട് ചോദിച്ചത്, ആദ്യത്തെ തവണ കിട്ടാതിരുന്നത് നന്നായില്ലേടാ. നേരാ, ആദ്യത്തെ തവണ കിട്ടാതിരുന്നത് നന്നായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരറ്റത്ത് MBBS പഠിക്കുകയായിരിക്കും ഞാൻ. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ തന്നെ വേണമെങ്കിൽ റെപ്യൂട്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകാം, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എനിക്ക് MBBS പഠിക്കാം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പ്രചോദനം തന്നത് ആ സാറാണ് എന്നെനിക്ക് തോന്നിപ്പോകും. എന്നെ മെൻ്റൽ ട്രോമയിലേക്ക് തള്ളിവിട്ട ആ സാർ. ഒരുപാട് നന്ദി ഇപ്പോൾ ആ സാറിനോട്. കാരണം ചിലപ്പോൾ ഞാൻ ഈ ഡ്രീമിനെ ഇത്രയേറെ ചെറിഷ് ചെയ്തത് സാറിൻ്റെ ഡയലോഗ്സ് ആയിരിക്കും. എനിക്ക് ഇത്രയേറെ ആഗ്രഹം ഉളവാക്കിയത് ആ സാറിൻ്റെ വാക്കുകളായിരിക്കാം. ഒന്നാലോചിക്കാം, എല്ലാം നല്ലതിനായിട്ട് വരും. നമുക്ക് മാറണമെന്ന് തോന്നുമ്പോൾ നമ്മൾ മാറണം. ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ഇസ് റിയലി പെയിൻഫുൾ. പക്ഷേ ആ പോയിന്റിൽ മാറണമെന്ന് തോന്നുന്ന ആ ഒരു സെക്കൻഡിൽ, ആ ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾ മാറാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. നിങ്ങളുടെ സമയമൊന്നും അധികം ഞാൻ കളയുന്നില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ദി ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമ്മുടെ പൗലോസായം പറയുന്ന പോലെ, വെൻ യു റിയലി വാണ്ട് സംതിങ്, ദ ഹോൾ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. ഞാൻ പറയട്ടെ, ദ ഹോൾ യൂണിവേഴ്സ് ഒന്നും വേണ്ട, നമ്മളൊരൊറ്റയാൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകും, ഉറപ്പാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.